എന്താണ് പോസിറ്റീവ് സെറ്റ്, എന്താണ് നെഗറ്റീവ് സെറ്റ്? അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് കോൺസെൻട്രിക്, എന്താണ് ഈസെൻട്രിക്, എന്താണ് ഐസോമെട്രിക്. എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ കോൺസെൻട്രിക് മീൻസ് മസിൽസ് ഏറ്റവും ഷോർട്ടനായി നിൽക്കുന്ന പൊസിഷൻ. ഈസെൻട്രിക് മീൻസ് മസിൽസ് ഏറ്റവും ലെങ്തൻ ആവുന്ന പൊസിഷൻ. ഐസോമെട്രിക് മീൻസ് മസിൽസിന് മൂവ്മെന്റ് ഒന്നുമില്ല, ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡംബൽ കേൾ എടുക്കുക. ഡംബലിനെ നമ്മൾ കേൾ ചെയ്യുന്ന സമയത്താണ് അതിന് കോൺസെൻട്രിക് മൂവ്മെന്റും അതിനെ താഴത്തേക്ക് വെക്കുന്ന, അതായത് മാക്സിമം ലെങ്ത്തും വരുന്നതാണ് ഈസെൻട്രിക് മൂവ്മെന്റ്. ആൻഡ് അതിനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഐസോമെട്രിക് മൂവ്മെന്റ്. ഇനി എന്താണ് പോസിറ്റീവ് സെറ്റ് ആൻഡ് നെഗറ്റീവ് സെറ്റ്? പോസിറ്റീവ് സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോർമൽ പേസിൽ നിങ്ങൾ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നാൽ നെഗറ്റീവ് സെറ്റിൽ നിങ്ങൾ അതിനെ ഒരു 3 to 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വളരെ സ്ലോ ആയിട്ടാണ് വെയിറ്റിനെ റിലീസ് ചെയ്യുന്നത്. ഈസെൻട്രിക് പൊസിഷനിലാണ് നമ്മൾ മെയിനായിട്ട് നെഗറ്റീവ് സെറ്റിന് പ്രയോറിറ്റി കൊടുക്കാറ്. പോസിറ്റീവ് സെറ്റാണോ നെഗറ്റീവ് സെറ്റാണോ ഹൈപ്പർട്രോഫിക്ക് ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. നെഗറ്റീവ് സെറ്റിൽ ഒരുപാട് വെയിറ്റ് ഇടാതെ തന്നെ മെക്കാനിക്കൽ ടെൻഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കൂടാതെ ടൈം അണ്ടർ ടെൻഷൻ അത് വളരെ കൂടുതലാണ്. ഇതുവഴി മസിൽ ഡാമേജും കൂടുതൽ ഉണ്ടാകും. ഒരുപാട് ലോഡ് എടുത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത മെഡിക്കൽ സിറ്റുവേഷൻ ഉള്ളവർക്ക് നെഗറ്റീവ് സെറ്റ് ഏറ്റവും ബെറ്റർ ആണ്. ഇനി നിങ്ങളൊരു അത്ലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എക്സ്പ്ലോസീവ് ആവുന്ന ഒരു പവറാണ്. അത് നിങ്ങൾക്ക് പോസിറ്റീവ് സെറ്റിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നത്. ബോക്സേഴ്സ്, റണ്ണേഴ്സ്, ജാവലിംഗ് ആൻഡ് ഡിസ്കസ് ത്രോ പ്ലെയേഴ്സ്, ഇത്തരത്തിലുള്ള അത്ലറ്റുകൾ ഫോക്കസ് ചെയ്യേണ്ടത് പോസിറ്റീവ് സെറ്റിലാണ്.